അവിടെയാണെങ്കിൽ യാതൊരു നൈതികതയുമില്ലാതെ സത്യത്തിനും നീതിക്കും ന്യായത്തിനും ഒന്നും ഒരു നൈതികതയുമില്ലാതെ വാർത്തകൾ സൃഷ്ടിക്കുക, റീച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ റേറ്റ് കൂട്ടുക എന്നുള്ള വളരെ കേവലാർത്ഥത്തിൽ മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യം എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുക? അത് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ കാര്യം. ഇനി തേർഡ് എസ്റ്റേറ്റ് എന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ തൂണെന്ന് പറയുന്ന കോടതി, ഞാൻ തിരിച്ചു വരികയാണ്, 4ൽ നിന്ന് 1ലേക്ക് വരിക. മൂന്നാമത്തെ തൂണായിട്ടുള്ള കോടതി പോലും ഈ വിധികൾ പറയുന്നതിൽ യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്ത, ഒരു സൂക്ഷ്മതയില്ലാത്ത, ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരുപാട് വിധികൾ വരുന്നില്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഒരുപാട് വിധികൾ, സമകാലീന വിധികളെല്ലാം തന്നെ അങ്ങനെ പലപ്പോഴും ബയാസ്ഡ് ആണോ എന്ന് തോന്നിപ്പോകുന്ന വിധികൾ വരുന്നു. ബ്യൂറോക്രസി ആണെങ്കിൽ, രണ്ടാം തൂണായിട്ടുള്ള ബ്യൂറോക്രസി ആണെങ്കിൽ കറപ്ഷനിലൂടെയും, അതുപോലെ തന്നെ അത് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വേൾഡ് ബാങ്കൊക്കെ റിപ്പോർട്ടിലൊക്കെ പറയുന്ന പോലെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിപ്പോയാൽ പിന്നെ കറക്റ്റ് ചെയ്തെടുക്കുക പ്രയാസമാണ്. അതിന് പെർഫോമൻസും കാണില്ല, അത് കറപ്ഷനുമായിരിക്കും. ഇന്ത്യൻ ബ്യൂറോക്രസി സംബന്ധിച്ച്, കേരള ബ്യൂറോക്രസി സംബന്ധിച്ച് ഇത് വലിയ വിഷയമാണ്. പെർഫോമൻസിൻ്റെ വിഷയവും പ്രധാനമാണ്. കറപ്ഷനെ പോലുള്ള കാര്യങ്ങളും നെപ്പോട്ടിസവും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ഗൗരവമായി ബ്യൂറോക്രസിയിലുണ്ട്. അടുത്തതാണ് ഒന്നാമത്തെ തൂണ് എന്ന് പറയുന്നതാണ് അസംബ്ലി, അല്ലെങ്കിൽ നിയമസഭയും ലോകസഭയും. അവിടെ ഇന്ത്യൻ നിയമസഭകളും ഇന്ത്യൻ ലോകസഭകളും, പ്രത്യേകിച്ച് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ അല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേരളത്തിലെ അസംബ്ലിയിലുമൊക്കെ എപ്പോഴും നടക്കുന്നത് വാഗ്വാദങ്ങളും ഗോഹ്വാവിളികളും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും അല്ലാതെ കാര്യകാരണസഹിതമായി ഇരുന്നു കൊണ്ട് ബില്ലുകൾ ചർച്ച ചെയ്യുകയും ബില്ലുകൾ പാസ്സാക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പമേ ഇല്ല.